ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് കണ്ടെത്തി അതിൽ എൻട്രി എടുക്കുന്നത് നോക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടത് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഇവിടെ ഞാനൊരു ഹൈ ടൈം ഫ്രെയിമിലെ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഇവിടെ 5 മിനിറ്റ്സ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം തന്നൊരു റിയാക്ഷൻ. ഞാൻ എങ്ങനെയാണ് ഇതൊരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഹൈ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു MSS തന്നിട്ടുണ്ട്. നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് കണ്ടിരിക്കും ആദ്യം ഫൈൻഡ് ചെയ്യേണ്ട അവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു MSSന് ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ. പിന്നീട് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാണ്ട് അതിനെ ബ്രേക്ക് ചെയ്തു പോയി. അതിനുശേഷം ആ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ നമുക്കിവിടെ ഒരു ബ്രേക്കർ ബ്ലോക്കിനെ വാലിഡ് ആക്കണമെങ്കിൽ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു FEG കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു FEG കൂടെ കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിംഗിൽ നിന്ന് എൻട്രി നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ആ ഒരു ബ്രേക്കറിൻ്റെ മുകളിലായിട്ട് കീപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് മിസ്സാണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ്. വീണ്ടും കാണുന്നവരെ ബൈ.